അമ്മച്ചി കല്യാണമാണ് വാ. ഞാനിങ്ങനെ പറയാറില്ലല്ലോ, അതുപോലത്തെ ഒരു കാര്യമായോണ്ടല്ലേ. കുറച്ച് കഴിയുമ്പോ ഒന്നും കാണത്തില്ല. ഹലോ, ഞാനിവിടെ കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വട്ടായോ എന്ന് വിചാരിക്കേണ്ട, ചെറുതായിട്ട് വട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു വട്ട് കുറേ കാലമായിട്ടുള്ളതാണ്. അതെൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ്, മെഹന്തിയുടെ ഡ്രസ്സ്, ഇങ്ങനെ എൻ്റെ പഴയ ഓരോ സ്പെഷ്യൽ ഡേയ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒരുങ്ങലൊക്കെ പണിയുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല പണ്ടത്തെ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഓരോ വേഷം കെട്ടി നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇത് ആക്ച്വലി അന്ന് എൻഗേജ്മെൻറ്റിന് ഉമ്മ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്, ഡഫിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ട് അങ്ങനെ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് സൈസ് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടിരിക്കണ്. ഒട്ടും ലൂസ് ആൻഡ് ടൈറ്റ് ഒന്നുമില്ല. അന്നത്തെ ആ ഒരു സൈസ് തന്നെ ഉള്ള കേട്ടോ ഇപ്പോഴും. ലക്കിലി ആ ഒരു സൈസ് തന്നെ ഇപ്പോഴും ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത എന്തായാലും അധികം താമസിക്കാണ്ട് ഇന്ന് എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പപ്പായ പറഞ്ഞു വിട്ട് മുല്ലപ്പൂ ഉണ്ടാകാൻ നോക്കിയപ്പോൾ മുല്ലപ്പൂവും കിട്ടി. അപ്പോൾ ഫുൾ സെറ്റായി. ഞാൻ അഫിയെ വിളിച്ചൊന്ന് സർപ്രൈസ് ചെയ്യിക്കാം, അഫിയെ നെറ്റിപ്പോകുന്നൊക്കെ വിചാരിച്ചേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാനിന്ന് ഈ ഒരു വേഷം കിട്ടി നിൽക്കുന്നത്. ഓക്കെ, നല്ല രസമുള്ള ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഡ്രസ്സ്. ഇത് അന്ന് എൻഗേജ്മെൻറ്റിനും കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്ന് നേരിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. അമ്മാന ഹായ് പറഞ്ഞ രണ്ടാളും. സുന്ദരിയായിട്ടുണ്ടോ? ഭംഗിയുണ്ടോ? അപ്പൊ നിങ്ങൾ എന്തായാലും ആദ്യം തന്നെ പോയിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു ലുക്കിലെത്തി എന്നുള്ളതൊന്ന് പോയി കണ്ടിട്ട് കേട്ടോ. അതാ ഞാൻ എന്തൊക്കെ വാരിപ്പൊത്തിയിട്ടാണ് ഈ ഒരു കോലത്തിൽ വന്ന് നിൽക്കണേ എന്നുള്ളതൊന്ന് പോയി കണ്ടിട്ട് പോയേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു മേബലൻ ഫിറ്റ് മീ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു പ്രൈമറാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് മേബലൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എൻ്റെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡൻ കാരമൽ ആൻഡ് നാച്ചുറൽ ബീച്ച് ഈ ഒരു 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ചൊരു ലൈറ്ററായി പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ലോണം ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു പുട്ടിയടിച്ച ഫീല് തോന്നുന്നുണ്ടെങ്കിലും സാരമില്ല, 2 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. നമ്മൾ നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഓക്സിഡൈസ് ആയിട്ട് ആ ഒരു കളർ നമ്മുടെ നാച്ചുറൽ കളറിലോട്ട് എത്തും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഡാബ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയേ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഈ ഒരു മേബലൻ ഏജ് റിവൈൻഡ് കൺസീലർ എടുത്തിട്ട് എൻ്റെ അണ്ടർ ഐസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചധികം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൺസീലർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് മായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഞാൻ ഷോളൊക്കെ ഇട്ട് പൊതിച്ചിട്ട് വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ മേബലൻ്റെ ഫിറ്റ് മീ 310 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് ആയിട്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വാലിഡ് ഐബ്രോ പാലറ്റ് ആണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഐബ്രോ പാലറ്റ് ആണ്. പിന്നെ എൻ്റെ ഐബ്രോസ് ആണെങ്കിൽ ഇപ്പോൾ കുറേ ആയിട്ട് ത്രെഡ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും. അല്ലാണ്ട് സംഭവം അടിപൊളിയാണ്. ഇനി ഐ ഷാഡോയ്ക്ക് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണെഴുതാനായിട്ട് കൊളോസൽ കാജലാണ്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ കൊളോസൽ അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ കാജലാണ്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ കൊളോസൽ ആണെങ്കിൽ ആമസോണിൽ എപ്പോഴും ഓഫർ ഉണ്ടാവേ. ഇനി ഐലൈനർ യൂസ് ചെയ്യുന്നതും സെയിം കൊളോസൽ ഐലൈനർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊക്കെ എഴുതാൻ പറ്റും കേട്ടോ ഈ ഒരു ഐലൈനർ.
ഇനിയിപ്പോൾ ഞാൻ ഈ ഐ ഷാഡോയില്ല ഈ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്യാൻ പോകാം കേട്ടോ. ആക്ച്വലി എനിക്ക് കോണ്ടോറിങ് ഒന്നും തീരെ വശമില്ല, എന്നാലും ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പരിജ്ഞാനം വെച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തൊന്നും ഈ വക പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം അന്ന് നമ്മൾ ജസ്റ്റ് ഫൗണ്ടേഷൻ കോമ്പാക്ട്, അതും എൻ്റെ ഷെയ്ഡ് പോലെ അല്ലായിരുന്നു, സേവയുടെ കോമ്പാക്റ്റ് ഒക്കെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അന്ന് ഒരുങ്ങിയിട്ടുണ്ടായത്. വേറെ പ്രത്യേകിച്ച് വലിയ മേക്കപ്പ് സാധനങ്ങളും ഒന്നും നമുക്ക് അറിയണ്ടാവില്ല, ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ കയ്യിൽ. അങ്ങനെ കോണ്ടോറിങ് ഒക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഷുഗറിൻ്റെ ബ്ലഷാണ് കേട്ടോ, നല്ലൊരു ബ്ലഷാണ്, നല്ലൊരു ലൈറ്റ് കളർ ഷെയ്ഡ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ കളർ വരില്ല കേട്ടോ, ചെറിയൊരു ഷെയ്ഡേ വരുള്ളേ. ഇനിയിപ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതും ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഹൈലൈറ്റർ ആണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനും അത്ര വലിയ അറിവൊന്നും ഇല്ല, എന്നാലും അറിവിൻ്റെ മാക്സിമം വെച്ചിട്ട് അത് പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഐസിൻ്റെ ഇന്നർ കോർണേഴ്സിലും അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ താഴെയും ചീക്കിലും ഫോർഹെഡിലും ചിന്നിലൊക്കെ ആയിട്ട് കുറച്ച് ഹൈലൈറ്റർ ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റർ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ മസ്കാര അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കൊളോസലിൻ്റെ മസ്കാര ആണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി മസ്കാര ആണ് കേട്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി മസ്കാര ആണ്. ഇനിയിപ്പോൾ ഡാസ്ലറിൻ്റെ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കധികം ലിപ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ് ലൈനർ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ, അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ കുറച്ച് പുറത്തോട്ടായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നിവ്യയുടെ ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഷുഗറിൻ്റെ റെഡ് ഹെയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ ലിപ്സ്റ്റിക്കിന്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇനി അവസാനമായിട്ട് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്പഞ്ചിൽ അപ്ലൈ ചെയ്തിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ് ഫേസിൽ അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് മേക്കപ്പ് ഒക്കെ ആകെ കുളമായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാവേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മേക്കപ്പൊക്കെ? എനിക്ക് മേക്കപ്പ് ഒന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റൊക്കെ വെച്ചിട്ട് യൂട്യൂബിലൊക്കെ കാണുന്ന വെച്ചിട്ട് എന്തൊക്കെയൊക്കെ കാണിച്ച് കൂട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ശരിക്കും മേക്കപ്പ് ചെയ്യണതൊന്നും. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് അഫി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫിയെ വിളിച്ചിട്ട് അഫിയുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിച്ച് അഫീനെ വിളിച്ചാണ്ടോ. പക്ഷേ അഫി ഭയങ്കര ബിസി ആയിരുന്നു. എന്നാലും അഫി ജസ്റ്റ് ഒന്ന് കോൾ എടുത്തോളൂ. ഞാൻ കുറേ പ്രാവശ്യം അഫി എടുക്കഫി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനോട് വഴക്കിട്ടെങ്കിലും ജസ്റ്റ് കോളൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീൻ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയേ. നമുക്ക് അഫി ഒന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. അഫിയുടെ റെസ്പോൺസ് എന്താന്ന് നോക്കാവേ. അഫി കോൾ എടുത്തില്ല, അഫി കട്ട് ചെയ്ത് കളഞ്ഞു. അഫി ഓഫീസിലാണ്, അഫി ഭയങ്കര ബിസി ആണെന്ന് തോന്നുന്നു. ഞാൻ അഫി അടുത്ത് ഒന്ന് വീഡിയോ കോൾ വിളിച്ചോട്ടെ, നമുക്ക് ഓഫീസിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്ലീസ് അഫി ഒരു കാര്യം കാണിക്കാനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. അഫി എന്തായാലും വിളിക്കട്ടെ. അഫി വിളിക്കുന്നുണ്ടേ. ഹലോ, വീഡിയോ കോൾ വിളിക്കാൻ. പറയാനല്ല, കാണിക്കാനാ. പറയാൻ പറ്റൂല. അപ്പൊ സൗണ്ട് കുറച്ച് വെച്ചാ മതി, എന്നിട്ട് ഓൺ ആക്കിയാ മതി. പറയുന്നത് പിന്നെ എന്നോട് തിരിച്ചു പറയല്ലോ. അപ്പൊ ഫോട്ടോ എടുത്തിട്ട് അയക്കി മനസ്സിലാക്കി ഓഫീസിരിക്കുന്ന ഇങ്ങനെ പറയല്ലോ. അപ്പൊ സൗണ്ട് കുറച്ചാ മതി, എന്റെ സൗണ്ട് കേക്കണ്ട. ഞാനിങ്ങനെ പറയാറില്ലല്ലോ, അതുപോലത്തെ ഒരു കാര്യം ആയോണ്ടല്ലേ. കുറച്ച് കഴിയുമ്പോ ഒന്നും കാണത്തില്ല. ഭയങ്കര ചാട. A few moments later. അഫി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അഫി വിളിച്ചോക്കട്ടെ.
പറ ഇങ്ങനെ നോക്കഫി. ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചേ കോഫിയുടെ റെസ്പോൺസ് അറിയാൻ. അഫിയുടെ റെസ്പോൺസ് അറിയാൻ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കുവാ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ശരിക്കും ഞാൻ സുന്ദരി ശരിക്കും കൊള്ളാം കോഫി. എനിക്കെന്തായാലും മാറ്റം ഉണ്ടോ? ഇനിയിപ്പോ നമുക്ക് അടുത്തത് ഉമ്മായ ഒന്ന് വിളിക്കാം കേട്ടോ. ഉമ്മയുടെ റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഉമ്മായ ഒന്ന് വിളിച്ചു നോക്കാവേ. എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടോ? എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടോ? എൻഗേജ്മെന്റിന്റെ മാല, എൻഗേജ്മെന്റിന്റെ മാല എന്താ എന്നാലും പിന്നെ അതൊന്ന് പൊടി തട്ടി വെച്ചാ നന്നായിട്ട്. അപ്പൊ അവിടെയും കുപ്പായൊക്കെ ആ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായിരുന്നില്ലേ ഉമ്മയുടെ എൻഗേജ്മെന്റിന്റെ പിന്നെ ഇട്ടിട്ടില്ല. മുല്ലപ്പൂന്ന് എന്താ വിശേഷം? ഒന്നുമില്ല. മുല്ലപ്പ് മേടിപ്പിച്ചത് പപ്പായെ കൊണ്ട്. എന്നിട്ടേക്കടി കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇട്ടൂടന്ന്. ഇതൊക്കെ ഇട്ടുണ്ട് ആരെങ്കിലും കല്യാണത്തിന് പോവാ. അതന്നെ പെണ്ണ് മാറിപ്പോവും. പിന്നെ നീ പിന്നെ പെണ്ണ് നീ ഏറ്റിട്ട് വരും. എന്താ നോക്കണം വീഡിയോ പിടിക്കേട്ടതാ. ഞാനിന്ന് ഒരുങ്ങിട്ട് വീഡിയോ എടുത്ത് അഫിയെ വിളിച്ച് അഫിയെന്നെ അടിച്ചു ഓടിപ്പിച്ച്. പണിക്ക് പോയില്ലേ? ഓഫീസിൽ ഇരുന്നിട്ട് ഞാൻ വിളിച്ച് അഫിയോട് ഭ്രാന്ത്. അതന്നെയാണ് ഇപ്പൊ ഞാനും ചോദിച്ചത്. ആ വളകളൊന്നും ചെയ്തിട്ടില്ല? ഇല്ല, അതൊക്കെ ഉണ്ട്. കമ്മലും ഉണ്ട്, മാലയുണ്ട്. അപ്പൊ ഉമ്മാക്ക് എന്തായാലും ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം അങ്ങനെയെങ്കിലും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടല്ലോ എന്നും പറഞ്ഞ് ഉമ്മ ഭയങ്കര സന്തോഷിച്ചിരിക്കാണ്. കാരണം അന്ന് ഞാൻ ഇട്ടിട്ട് പിന്നെ ഇതുവരെ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ആ ഉമ്മാക്ക് ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്നോട് പറയും ഇത് ഇട്ടുകൊണ്ട് പോകാൻ. ഞാൻ അങ്ങനെ ഒന്നും ഇടാറില്ലാട്ടോ. എനിക്ക് ഭയങ്കര നാടാണ് ഇതൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാനായിട്ട്. അതുകൊണ്ട് ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഉമ്മച്ചി എങ്ങനെയുണ്ട്? ഉമ്മച്ചി വാ, എങ്ങനെയുണ്ട്? ഒരു കിളവിയെ മേക്കപ്പ് ഇടിച്ചു കൊണ്ടുവന്നാലും ഇടയ്ക്ക് മറിക്കുള്ള ഒരു ആട്ടായമാണല്ലോ. ഞാൻ പണ്ടോട്ടേ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിട്ട് റിസപ്ഷന്റെ ഡ്രസ്സ്, മെഹന്തിയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കാറുണ്ട്. എനിക്ക് വയ്യ പറഞ്ഞു. അതന്നെ, പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടും. ഒരു കിളവിയെ മേക്കപ്പ് ഇടിച്ചു ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന് കരുതിയോ? അത്രമാത്രം ഒന്നും ആയിട്ടില്ലടി. എന്റെ കയ്യിൽ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അന്നിട്ട സെയിം ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വാ മച്ചി. അപ്പൊ ഇനി ഇതുപോലത്തെ എന്താ പറയാ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അതുപോലെ തന്നെ അയ്യോ പറയാൻ മറന്നുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.